ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഗോതമ്പ് പുട്ടാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, പൊടി വറക്കുന്നില്ല, ചോറ് ചേർക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ സോഫ്റ്റായിട്ടുള്ളൊരു ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരുപാട് നേരം ഇരുന്നാലും സോഫ്റ്റായിട്ടിരിക്കും. അതായത് ചൂടോടെ അല്ലെങ്കിൽ പോലും ഇത് സോഫ്റ്റായിട്ടിരിക്കും. അതുപോലത്തെ ഒരു പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനിയൊരു പ്രത്യേകത, ഇതിൻ്റെ കൂടെ കഴിക്കാൻ പഴമോ കറിയോ ഒന്നും ആവശ്യമില്ല. ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനകത്ത് കട്ടകളൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മളുടെ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതൊരുപാട് പഴുത്ത് കൂടിയ പഴമല്ല. ഇത് തൊലി പൊളിക്കുന്നത് കണ്ടാലറിയാം എത്രമാത്രം പഴുത്തതാണ്. ഇതേപോലത്തെ പഴം വേണം എടുക്കാനായിട്ട്. എന്നാലാണ് നമ്മളുടെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. അതേസമയം നല്ല മധുരമുള്ള പഴമായിരിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കി കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് വേണ്ടി വരും. എനിക്കിവിടെ ഇത് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പഴമെല്ലാം സ്ലൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ കപ്പിലും എടുക്കാം. കപ്പിലാണെങ്കിൽ അതേ കപ്പിൽ തന്നെ 2 കപ്പ് എടുക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടിയും പഴവും റെഡിയായിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇടുക. അതിനുശേഷം കുറച്ച് സ്ലൈസ് പഴം ഇടുക. 2-3 സ്ലൈസ് പഴം ഇടുക. വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി ഇടുക. വീണ്ടും 2-3 സ്ലൈസ് പഴം ഇടുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്. അതിനുശേഷം ഇത് പൾസ് മോഡിൽ വേണം അടിക്കാനായിട്ട്. പഴം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ഉണ്ടയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചാൽ മതി. അത് കറക്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ ഇവിടെ കറക്റ്റായിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അടിച്ച് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെക്കൻഡ് ട്രിപ്പും ഇടാം. ഗോതമ്പ് പുട്ട് നമുക്ക് പലതരത്തിലുണ്ടാക്കാം. ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കാൻ കിട്ടണം. അതേപോലെ തന്നെ തിരിച്ചിടുമ്പോഴായാലും കയ്യിൽ നിന്ന് പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോകണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ബാച്ചും ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. പഴവും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ബാച്ചും കൂടെ അടിച്ചു വന്നിട്ടുണ്ട്. എനിക്കിവിടെ പഴമെല്ലാം വേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു പഴം ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഫുള്ളായിട്ട് വേണ്ടെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കുക. ഈ സമയത്ത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. എനിക്കിപ്പം ഇവിടെ കട്ടകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ പുട്ടുങ്കലം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് തേങ്ങയാണ്. 1 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് വേണമെങ്കിൽ ഷുഗർ ഇടാം. ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി പുട്ടും കുറ്റിക്കകത്തോട്ട് തേങ്ങയും പുട്ടുപൊടിയും മാറി മാറി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ നമ്മൾക്ക് കറക്റ്റ് സൈസായിട്ട് കിട്ടും എല്ലാ പുട്ടും. ഇപ്പോൾ ഇവിടെ പുട്ടും കുറ്റി ഏതാണ്ട് നിറയാറായിട്ടുണ്ട്. ഇനി ഇത് പുട്ടുംകലത്തിൻ്റെ മുകളിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് പുട്ടുംകലത്തിൽ നേരത്തെ വെച്ച വെള്ളം തിളയ്ക്കാൻ തുടങ്ങി കാണും. പുട്ടും കുറ്റിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് 5-6 മിനിറ്റ് പുട്ടുംകലത്തിൻ്റെ മുകളിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ഗോതമ്പ് പുട്ടായതുകൊണ്ട് അരിപ്പുട്ടിനേക്കാളും കുറച്ചും കൂടെ നേരം വെക്കേണ്ടി വരും. എന്നാലാണ് വെന്ത് കിട്ടുക. മുകളിൽ ഇതുപോലെ സ്റ്റീം വരാൻ തുടങ്ങിയിട്ട് 6 മിനിറ്റാണ് വെക്കേണ്ടത്. ഞാനിവിടെ 6 മിനിറ്റാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇപ്പം പുട്ടൊക്കെ വെന്ത് കഴിഞ്ഞു. നമ്മൾക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. എത്ര നേരം കഴിഞ്ഞാലും സോഫ്റ്റ്നെസ് പോകാതെ തന്നെ ഇരിക്കും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ രീതിയിൽ മാവെടുക്കുകയാണെങ്കിൽ 3 പുട്ടും കുറ്റിക്കുള്ള മാവായിരിക്കും ഉണ്ടാവുക. അതായത് ടോട്ടൽ 9 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 3 പുട്ടും കുറ്റിയാണ് വെച്ചിട്ടുള്ളത്. പഴമൊന്നുമില്ലാതെ തന്നെ ഇത് തനിയെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യണം. മറ്റേ ഗോതമ്പ് പുട്ട് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കൂടെ തന്നെ
കടലക്കറിയും ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക്